ആദ്യത്തെ സിനിമ ഏതാണ്? ആദ്യമായിട്ട് അഭിനയിച്ച വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ പടമായിരുന്നു. വള്ളിക്കെട്ട്. ജിബിൻ സാർ ഡയറക്റ്റ് ചെയ്തൊരു പടം. അത് മമ്മൂക്കയുടെ സഹോദരി പുത്രൻ അഷ്കർ നായകനായ അഷ്കർ നായർ മിമിക്രി കലാകാരനാണ്. മിമിക്രി മിമിക്രി കലാകാരൻ. ഉണ്ട്. ഞാൻ കലാഭവനിൽ കുറച്ചാൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. മെഗാ ഷോയുടെ ഗ്യാപ്പ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കൊച്ചിൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ സീസൺ 1 മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏത് സിനിമ നടന്നാലും നമ്മൾ നമ്മുടെ ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞ ഒരു സിനിമ തന്നെ കാണാന്നുള്ളൊരു അവസ്ഥ. അന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മാമൻ വരുമ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റി ഒക്കെ നമുക്കുണ്ട്. പ്രത്യേകിച്ച് മാമനെ സ്ക്രീനിൽ കാണുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ ആ പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് എനിക്ക് എങ്ങനെ മാമൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്നുള്ളതാണ്. ഞാൻ അവിടെ ചെന്ന് അപ്പൊ പാടിയിൽ കുറെ ആൾക്കാരുണ്ട്. ഞാൻ വണ്ടി വെച്ചിട്ട് ഊട്ടി അങ്ങോട്ട് ചെന്നു. അവനെ ചെന്ന് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ച് കരഞ്ഞു ഞാൻ. എന്നിട്ട് പറഞ്ഞു, മാമ ഈ പടം ഇത് ഇത്ര കാലമായിട്ട് റിലീസ് ആവാതിരുന്നത് ഇത് എന്തൊരു നല്ല പടമായിരുന്നു മാമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്. അല്ല ആ സമയത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ ഒരു ഓർമ്മ പുള്ളിയും കരഞ്ഞോട്ടെ കേട്ടു. ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച രഞ്ജിത്ത് എന്ന നടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇദ്ദേഹത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ അനന്തരവനാണ്. ചേട്ടാ സ്വാഗതം. നമസ്കാരം. അപ്പോൾ ആദ്യം ബെന്നറ്റിനെ കുറിച്ച് തുടങ്ങാം. ബെന്നറ്റിൽ എന്താണ് കഥാപാത്രം? ബെന്നറ്റ് എന്ന് പറഞ്ഞ ബെന്നറ്റ് എന്ന് പറഞ്ഞ നായകന്റെ കൂട്ടുകാരനായിട്ടാണ് ജീൻസ് ചെയ്യുന്ന കഥാപാത്രം. ജീൻസ് കൂട്ടുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അതിൽ 2 ടൈപ്പ് ഉണ്ട്. അതൊരു കോളേജ് കാലഘട്ടമുണ്ട്. പിന്നെ അതിനുശേഷം വലുതായി കഴിയുമ്പോഴുള്ള രണ്ട് ഗെറ്റപ്പ് ഉണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ മഞ്ചേട്ട ചേച്ചിയുടെ മകനാണ്. അപ്പോ അഭിനയം തുടങ്ങിയിട്ട് ശരിക്ക് എത്ര സിനിമകൾ ഇപ്പൊ അഭിനയിച്ചു? ഞാനിപ്പോ 7ാമത്തെ സിനിമയാണ് ഈ സിനിമ അഭിനയിക്കുന്നത്. ആദ്യത്തെ സിനിമ ഏതാണ്? ആദ്യമായിട്ട് അഭിനയിച്ച വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ പടമായിരുന്നു. ജിബിൻ സാർ ഡയറക്റ്റ് ചെയ്തൊരു പടം. അത് മമ്മൂക്കയുടെ സഹോദരി പുത്രൻ അഷ്കർ നായകനായ. അതെനിക്ക് ഏത് വർഷമായിരുന്നു? അത് 2019 റിലീസായിരുന്നു. അതാണ് ആദ്യത്തെ സിനിമ. അപ്പൊ ഈ പറയുന്ന സിനിമയിലോട്ടുള്ള അല്ലെങ്കിൽ ഒരു അഭിനയത്തിലോട്ടുള്ള വരവ് നമ്മുടെ മണിച്ചേട്ടനൊക്കെ സിനിമയിൽ വന്ന ശേഷം കണ്ടുവന്നതാണോ, അതോ ഈ പറഞ്ഞ ഒരു സ്റ്റേജ് മിമിക്രിയൊക്കെ മണിച്ചേട്ടനൊക്കെ പോലെ ഉണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും കലാകാരന്മാരാണ്. മിമിക്രി കലാകാരനാണ്. ഞാൻ കലാഭവനിൽ കുറച്ചാൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. മെഗാ ഷോയുടെ ഗ്യാപ്പ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ കൊച്ചിൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ സീസൺ 1 മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് മാമൻ സിനിമകളുള്ള സമയത്ത് ഞാൻ മിമിക്രി പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മണിമാൻ അക്ഷരം എന്ന് പറഞ്ഞ പടത്തിൽ 7 പഠിക്കുന്ന സമയത്ത് അതിപ്പോഴും നല്ല ഓർമ്മയാണ് നമുക്ക്. പിന്നെ സല്ലാപം കാണാൻ പോയതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. അന്ന് സിനിമാ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ, ഇന്നിപ്പോൾ ഏത് സിനിമാ നടന്മാരും നമ്മുടെ ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞ ഒരു സിനിമ തന്നെ കാണാന്നുള്ളൊരു അവസ്ഥ. അന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മാമൻ വരുമ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റി ഒക്കെ നമുക്കുണ്ട്. പ്രത്യേകിച്ച് മാമനെ സ്ക്രീനിൽ കാണുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. ആ ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനമാണ് മണിമാൻ. മിമിക്രിയിലായാലും ജീവിതത്തിലായാലും നമുക്ക് ഭയങ്കര പ്രചോദനമാണ്. പക്ഷെ അന്ന് ഈ പറഞ്ഞ മണിച്ചേട്ടൻ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്തല്ല സിനിമയിൽ വന്നത് അല്ലേ? മണിച്ചേട്ടൻ പോയ ശേഷം അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് അതൊരു ശ്രമിച്ചില്ലേ? പഠിക്കുന്ന കാലത്തൊക്കെ ശരിക്കും പേടിയായിരുന്നു മണിമാൻ്റെ അടുത്ത് ചോദിക്കാൻ. അതൊരു അതിൻ്റെ പ്രതിഭയാണ്. നമുക്കറിയാം, പാട്ട് പാടും, മിമിക്രി എന്തും ചെയ്യുമല്ലോ, അഭിനയമാണ്. ഞാൻ മിമിക്രി ചെയ്യാൻ ആളെന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആള് വലിയ രീതിയിലുള്ള സപ്പോർട്ടൊന്നും ആ കാലഘട്ടത്തിൽ സജീവമായ സമയത്ത് തന്നെയാണ് കലാഭവനിലും ഒക്കെ ആള് ഭയങ്കരമായിട്ട് സജീവമായ സമയത്ത്. ഞാൻ 2010 തുടങ്ങി ഒരു 15 കാലഘട്ടം വരെ ഈ പറഞ്ഞ കലാഭവനിൽ മെഗാ ഷോന്റെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ മാമനെ അറിയായിരുന്നു. മാമൻ അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആളുടെ അടുത്ത് പറയാനായിട്ടുള്ള പേടി. അഭിനയിക്കണം എന്നുള്ള ഭയങ്കര മോഹമുണ്ട്, പക്ഷെ പറയാൻ ഭയങ്കര പേടിയും എന്തൊക്കെയാണ്. പക്ഷെ ആളിതൊക്കെ എല്ലാം അറിയായിരുന്നു. പിന്നെ ആള് പെട്ടെന്നാണ്, അറിയാലോ, നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ് പോയത്. ആ വിയോഗം ഇപ്പോഴും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പോൾ ആ സമയത്ത് അതിനുശേഷമാണ് ഞാനൊരു ആൽബത്തിൽ അഭിനയിക്കുന്നത്, ഒരു ഷോർട്ട് ഫിലിമിൽ, കോമഡി എന്നുള്ള ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നതും. അതാണ് എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ്. അഭിനയ ജീവിതത്തിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് കോമഡി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ. അത് ഡയറക്റ്റ് ചെയ്ത് വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു
ഡയറക്ടറായിരുന്നു. ആള് വേനൽമരം എന്ന് പറഞ്ഞ പടം, നളചരിന്ന് 4 ദിവസം എന്ന് പറഞ്ഞ പടമൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. മനസ്സിലായി. അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ. നമ്മുടെ കൂട്ടുകാരനുണ്ട് സതീശൻ അന്നമിണ്ട, അദ്ദേഹമാണ് എന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത്. അത് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അത് കാണിച്ചു കൊടുത്തിട്ടാണ് എനിക്ക് വള്ളിക്കെട്ട് എന്നുള്ള സിനിമയിൽ അത് ശരി. അവസരം കിട്ടിയത്. ഇപ്പൊ അടുത്ത് റിലീസായത് രാജകന്യക എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ്. അതൊരു മാതാവിനെ ബേസ് ചെയ്യുന്ന ഒരു പടമാണ്. ക്രിസ്ത്യൻ സഭയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൽ വില്ലൻ വേഷമാണ് ചെയ്തത്. 2 ഗെറ്റപ്പ്, എനിക്ക് നല്ലോണം താടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. നല്ല താടിയുള്ള 2 ഗെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തതും എന്നെ അതിലേക്ക് ഡയറക്ടറിനെ പരിചയപ്പെടുത്തും. ഈ സിനിമയിലേക്കും എന്നെ പരിചയപ്പെടുത്തുന്ന മനോജ് അങ്കമാലി എന്ന് പറഞ്ഞ മേക്കപ്പ് മാനാണ്. മനോജേട്ടനാണ്. നല്ല സുഹൃത്താണ്, ഒരു ജ്യേഷ്ഠനാണ്. അദ്ദേഹമാണ് ഇങ്ങനെയുള്ള ആളുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ ഈ സാബു സാറിനെ ആയാലും രാജകന്യകയുടെ ഡയറക്ടർ വിക്രം സാറിനൊക്കെ പരിചയപ്പെടുത്തി ഈ മനോജ് അങ്കമാലിയാണ്. എനിക്ക് തീർത്ത ഒരു കടപ്പാടുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത്. അപ്പൊ ഈ സിനിമയിലൊക്കെ അഭിനയിച്ചു മണിച്ചേട്ടൻ പോയ ശേഷമാണ് സിനിമയിൽ വരുന്നത്, സജീവമാണത്. അപ്പോൾ അന്ന് മണിച്ചേട്ടൻ്റെ കൂടെ പ്രവർത്തിച്ചവരൊക്കെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് അത്, ആ ഒരു അനുഭവം എങ്ങനെയാണ്? അത് ഭയങ്കര അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെ ചെല്ലുമ്പോഴും ഞാൻ ആദ്യം അങ്ങനെയൊന്നും പറയാറില്ല. അപ്പൊ ആരെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തും മനുഷ്യന്റെ വെങ്കട മോനാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത്ര നേരം കണ്ട ഒരു അല്ല, അവർക്കൊരു സ്നേഹവും. ചില സാധാരണക്കാരായി ഞാൻ മിമിക്രി കളിക്കാൻ പ്രോഗ്രാമിനൊക്കെ പോണ സമയത്ത് അത് നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഓരോരുത്തരും. മാമന്റെ പാട്ടുകളൊക്കെ പാടുന്ന സമയത്തൊക്കെ ആയാലും ഭയങ്കര എന്താ പറയാ, മാമൻ ഒരിക്കലും മറക്കില്ല, ഒരു കാലത്തും മലയാളികൾ മറക്കില്ല. ഈ കലാകാരന്മാരും സ്റ്റേജും ഉള്ളിടത്തോളം കാലം മണിമാനെ മറക്കില്ല എന്നുള്ളതാണ്. ഓർമ്മയിൽ നിൽക്കുന്ന ഞങ്ങൾ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് മലയാളം മാത്രമല്ല, എല്ലാ ഭാഷയിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജെമിനിയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ജെമിനിയിലേക്ക് ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ കൂടുതൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങൾ, അതായത് ആ കഥാപാത്രം കാണാൻ വേണ്ടിയ സിനിമ വീണ്ടും വീണ്ടും കാണും. അങ്ങനെ ഒരു 1-2 കഥാപാത്രങ്ങൾ പറഞ്ഞാൽ ഏതായിരിക്കും? മണിമാൻ. അതെ. എനിക്ക് ഒരുപാട് പടങ്ങളുണ്ട്. അതിലെനിക്ക് എസ്പെഷ്യലി തോന്നിയ പടമാണ് 1000-ൽ-1 എന്ന് പറഞ്ഞ പടത്തിൽ. കുറച്ച് വൈകി ഇറങ്ങിയ സിനിമയായിരുന്നു. അത് ഞാനന്ന് തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്ത് 2004 ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് IT അവിടെ പഠിക്കുന്ന സമയത്ത് മണിമാന്റെ ഷൂട്ട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സിബി സാർ ഡയറക്ടർ, ഞാനന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ ലൊക്കേഷനിൽ ആ പാട്ട് സീൻ, കുതിരമാളികയിൽ പാട്ട് സീൻ്റെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ആ സിനിമ റിലീസായത് 2009 റിലീസായത്. ആ സിനിമ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ. അത്ര നല്ല സിനിമയാണ്. നല്ല രസമായിട്ട് ഡയറക്ടർ മാമ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സുരഭിയിൽ പടം കഴിഞ്ഞിട്ട് ഇന്റർവെല്ലിന് മണിമാനെ വിളിക്കുന്നത്. മണിമാൻ, ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയണേ, ഇന്റർവെല്ലിൽ ഒരു എത്തി എന്ന് പറയുന്നത്. ശരി, ഇന്റർവെല്ലിൽ കഴിഞ്ഞിട്ട് അടിപൊളി സീനുകളൊക്കെ ഉണ്ട്, നീ അത് കാണണം എന്ന് പറയാം. അല്ല, എന്നിട്ട് നീ വന്ന് പറയണേ. ഞാൻ ആ പടം കണ്ടു ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് എനിക്ക് എങ്ങനെ മാമൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്നുള്ളതാണ്. ഞാനവിടെ ചെന്ന് അപ്പൊ പാടിയിൽ കുറെ ആൾക്കാരുണ്ട്. ഞാൻ വണ്ടി വെച്ചിട്ട് ഊട്ടി അങ്ങോട്ട് ചെന്നു. അവനെ ചെന്ന് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ച് കരഞ്ഞു ഞാൻ. എന്നിട്ട് പറഞ്ഞു, മാമ ഈ പടം ഇത്ര കാലമായിട്ട് റിലീസാവാതിരുന്നത്, ഇത് എന്തൊരു നല്ല പടമായിരുന്നു മാമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട്. അല്ല, ആ സമയത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആ ഒരു ഓർമ്മ. പുള്ളിയും കരഞ്ഞോട്ടെ കേട്ടു. ഞാൻ പറഞ്ഞു അത് ഭയങ്കര മിതത്വമായ ചില ഇതിൽ ചിലപ്പോൾ ഓവർ ആക്ടിങ് എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പല ആൾക്കാർ. പക്ഷെ ഇതിൽ ഭയങ്കര സൈലന്റ് ആയിട്ട് വേണേ ആക്ട് ചെയ്താണ്. ആ പടം ഇപ്പോഴും TV വരുന്ന സമയത്ത് ഭയങ്കര ഇതാണ്. അങ്ങനെ നോക്കുന്ന എല്ലാ പടം. ഇപ്പോൾ വാസന്തി ലക്ഷ്മിയിലെ ഞാനൊക്കെ വാസന്തി ലക്ഷ്മി കാണാൻ പോയൊരു ഇതൊക്കെ ഞാനിപ്പോൾ ഓർക്കാം. അന്ന് ചാലക്കുടിയിൽ ആ പടം റിലീസില്ല. വളരെ സൈലന്റ് ആയിട്ട് വന്ന ഒരു സിനിമ, കൊച്ചു സിനിമയായിട്ട് വന്നത്. ആ സിനിമ റിലീസ് ചെയ്ത് തൃശ്ശൂരായിരുന്നു, കൈരളി പടം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ആദ്യത്തെ ഫസ്റ്റത്തെ ദിവസം ചെല്ലുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ മാമൻ പോകുമ്പോൾ അവിടുന്ന് ഒരു ടെമ്പോ ട്രാവലർ, 2-3 ടെമ്പോ ട്രാവലർ ചേനനാട് എന്ന് പറഞ്ഞ ചാലക്കുടിയിൽ നിന്ന് ടെമ്പോ ട്രാവലറിന് ആദ്യത്തെ ദിവസം ചെല്ലുമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. മണിമോൻ വൈകി വന്നു. അപ്പൊ 2ാമത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി സിനിമയ്ക്ക് പോയി. അവിടെ ചെന്നിട്ട് ടിക്കറ്റ് ഇല്ല. ടിക്കറ്റ് ഉണ്ടാവുന്ന അടിച്ചിട്ട് ചെന്ന് പുള്ളി വിളിച്ച് തലേദിവസം വിളിച്ച് പറഞ്ഞാൽ പിറ്റേ ദിവസം പുള്ളി മറന്നുപോയി. അവിടെ ചെന്നപ്പോൾ ആർക്കും ടിക്കറ്റ് ഇല്ല. ഈ പറഞ്ഞ 10-40 പേരുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ പറഞ്ഞു, മണിച്ചേട്ടാ ഇന്ന് കാണാൻ പറ്റില്ല, കഴിഞ്ഞാൽ ടിക്കറ്റ് ഇല്ല. ചേട്ടനും വൈഫിനാണെങ്കിൽ 2 ടിക്കറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരാം, കസേര ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം. മണിമോൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾ പിറ്റേ ദിവസം വന്നോളാം എന്ന് പറയാം. പിറ്റേ ദിവസം ഇതേമാതിരി തന്നെ രാത്രി പോയി. അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത്ര നാൾ കണ്ട മണിമോനല്ല വാസന്തിയിൽ. ഞാൻ അതിന്റെ ലൊക്കേഷനിലൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാമന്റെ അടുത്തിരുന്ന് നമ്മൾ കണ്ട പടമാണേ. അത്രയും കാലത്തൊരു മാമനല്ലായിരുന്നു അത്.
അത് പറഞ്ഞറിയിക്കാൻ ഇത് ഈ രണ്ട് പറ്റും. സിനിമകളാണ് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കി വന്നത്. മനസ്സിലാക്കി വരുന്നത്. പിന്നെ വാൽക്കണ്ണാടിയൊക്കെ ഉണ്ട്, നല്ല ഇതുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സിനിമകളിൽ ഇപ്പൊ അഭിനയിക്കുമ്പോഴേക്ക് ഇദ്ദേഹത്തിന് അഭിനയം ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ അത് അറിയാതെ കയറി വരും, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഞാന് ഈ കോമർ എന്നൊരു ഷോർട്ട് ഫിലിമില് എന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. തല കിഴക്കാൻ പാടി കെട്ടിയിട്ടിട്ട് അടിക്കുന്ന സീനുണ്ട്. ആ സീനൊക്കെ ഞാനിങ്ങനെ അടിക്കില്ല എന്ന് പറഞ്ഞു, സാറേ ഞാനൊന്നും ചെയ്തല്ല സാറേ എന്നൊക്കെ പറയുന്ന സമയത്ത്, അപ്പൊ അത് എൻ്റെ അടുത്ത് പറഞ്ഞത് മാമന്റെ വോയിസ് എവിടെ കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അടിക്കില്ല സാറേ ഞാനൊന്നും ചെയ്തല്ല സാറേ എന്നോട് കരഞ്ഞിട്ട് പറയുന്ന ഒരു സീനായിരുന്നു. അതിൽ കയറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ തുടക്കക്കാരനാണ്. ഏത് ഈ അവസരങ്ങൾ ഇപ്പൊ ചോദിച്ചു പോകുന്നുണ്ടോ? ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇപ്പൊ നാദർശക്കൊക്കെ ഇവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. നാദർശക്ക് വലിയ സംവിധായകനാണ്, ഒരുപാട് പേരുണ്ട്, ഇപ്പൊ ദിലീപേട്ടനായിക്കോട്ടെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് എന്തായാലും ഇവരൊക്കെ അറിയുന്നുണ്ടാവും. നാദർഷിക്കാനെ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ പറയും ആവട്ടെ നല്ലൊരു ക്യാരക്ടർ പറ്റിയെന്നൊക്കെ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിക്കാറുണ്ട് നാദർഷിക്കാനെ. പിന്നെ അത് സമയമായിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന സിനിമ ഒരു പടം കൂടി റിലീസ് ആവണ്ട, അത് ഈ മാസം തന്നെ. പിന്നാലെ എന്ന് പറഞ്ഞൊരു പടം ഷൈൻ ടോം ചാക്കോ നായകനായ സിനിമയിൽ ഒരു പോലീസ് അനീഷ് ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പടം അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങുമെന്ന് വിചാരിച്ചിരിക്കുന്നു. 1-2 അപ്പൊ ഇപ്പൊ ഇങ്ങനെ അഭിനയവും സ്റ്റേജ് ഷോ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ വേറെ ജോലി പരിപാടികൾ എന്തെങ്കിലും അതോ പൂർണ്ണമായിട്ടും ഇത് മാത്രമേ ഉള്ളൂ. സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ട്, കുറവാണ്, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മിമിക്രി എന്നാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഹൈലൈറ്റ്സ് ആണ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ലാൽ സാറില് സിദ്ദിഖ് ലാലിലെ ലാൽ സാറിന്റെ അദ്ദേഹത്തിന്റെ പാട്ട് പാടാറുണ്ട്, അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതൊന്ന് പാടാം. വെട്ടത്തിൽ കുഴക്കെടുത്തുണ്ട് ഷുഗറായി കേൾക്കുന്നുമുണ്ട് തപ്പല്ലപ്പെരുക്കടക്കൂടെ സാറങ്ങി പാടുന്നു കണ്ട് ബലബല മുഴക്കട സതിര് തെച്ചു പാട്ടിന് ഭയങ്കര റാവ് താളവിളുക്കട നേരെ കാറ്റു സ്വന്തക്കനവുകൾ പെയ്യണരാവ്. ഇവനാണ് ജഗപ്രദ തട്ടൻ, ഇവനാണ് നടൻ. സാധാരണ ലാൽസാറിനൊക്കെ ചിലവർ ചെയ്യുമ്പോഴൊക്കെ കുറച്ച് ഓവറായി പോകുന്നത്, അല്ലെങ്കിൽ ഇത് ഒന്നിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് ക്ലാരിറ്റി ഉണ്ടെന്നുള്ളതാണ്. സാധാരണ ക്ലാരിറ്റി ഇല്ലാതാണ് ആൾക്കാർ കുറവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പാട്ട് പാടുമ്പോൾ പുള്ളി അങ്ങനെ ഒരു അല്ല, പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴും ഈ ഒരു പറയുന്ന വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ട്. ചിലവ് ലാൽസാറിനെ ഇന്റർവ്യൂ ലാൽസാറിനെ മിമിക്രി ചെയ്യുന്ന പറയുമ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന കേൾക്കാറുണ്ട്. ഇത് ലാൽസാറിന്റെ അടുത്ത് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ സിദ്ദിഖ് സാറിന്റെ മുമ്പിൽ ഇത് വെച്ച് പാടിയിട്ടുണ്ട്. ഷോയില് സിനിമ എന്ന് പറഞ്ഞത് സിദ്ദിഖ് സാർ ഉണ്ടായിരുന്നു, മണിയമ്മ ഉണ്ടായിരുന്നു, നല്ല രസം. എല്ലാരും വന്നിട്ടുണ്ട്, ചേട്ടൻ ഉണ്ടായിരുന്നു, ധർമ്മജൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ 4 പേര് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ലാൽ സാറിന്റെ വോയിസ് ഒക്കെ ചെയ്താണ് പാടിയിരുന്നു. ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്? ഇവിടെ ചാലക്കുടിക്ക് അടുത്ത് അങ്കമാലിക്ക് അടുത്തായിട്ട് മാമ്പ്ര എന്ന് പറയും സ്ഥലത്തിന്റെ അവിടെയാണ് താമസിക്കുന്നത്. സന്തോഷം. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്തായാലും സന്തോഷം. എന്നെ ഈ ഒരു എളിയ കലാകാരനെ ഇങ്ങനെ ഒരു പ്രൊമോഷൻ വർക്കിന് വേണ്ടി കൂടെ ചേർത്തതിലും, പ്രത്യേകിച്ച് ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കൂട്ടുകാരനായി ടോണി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം, ഈ എളിയ കലാകാരനെ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകം എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഡയറക്ടർ സാബു സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ എന്നെ പരിചയപ്പെടുത്തിയ മനോജ് അങ്കമാലി, മേക്കപ്പ് മാൻ മനോജാണ്, എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ചേട്ടൻ ഒത്തിരി നന്ദി, ഒരുപാട് നന്ദി. ഇനിയും കലാജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ആ കുടുംബത്തിലെ 3ാമത്തെ ആളാണ് തോന്നുന്നു അല്ലേ മണിച്ചേട്ടൻ, രാമകൃഷ്ണൻ ചേട്ടൻ? ഇപ്പൊ 3ാമത്തെ. അടിപൊളിയോടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.